ഡാമിലോട്ട് പോവാണ്. ദിവസം വന്നു കിടന്നു. ദേഹമൊക്കെ ഭയങ്കര വേദന കേട്ടോ. അവിടെ ഉണ്ടല്ലേ ദേഹം 3 വേദന. ഇത് വെറും ഒരു കോൺക്രീറ്റ് അല്ല, ഇതിന് കുറച്ച് എന്താ പറയാ ഇതാണ് ഇടുക്കി ഡാമിന്റെ സാമ്പിൾ അല്ലേ. ചെറിയൊരു കോൺക്രീറ്റ് അല്ല. അവിടെ ഇടുക്കി ഡാം പണിതപ്പോ അന്നുണ്ടാക്കിയ എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ഇത് സാമ്പിൾ ഉണ്ടാക്കി നോക്കിയതാണ്. ഡാം പണിയുമ്പോ അതിന് എത്രമാത്രം ബലം ഉണ്ട് എന്ന്, ഈ സാധനത്തിന് എത്രമാത്രം ബലം ഉണ്ടാകും എന്നുള്ളതിന് അതിന്റെ സാമ്പിൾ ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഡാം പണി തുടങ്ങിയത്. നമ്മുടെ ആർച്ച് ഡാമും ഇതുകൊണ്ടാണ് നമ്മുടെ ചെറുതോണി പാലം ഒക്കെ പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇത് പോയി ഇറങ്ങുന്നത്. എത്ര പ്രാവശ്യം ഇത് വലിച്ചെറിഞ്ഞ സാധനങ്ങളാണെന്ന് പറയും. വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഇത് വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് എടുത്ത് താഴോട്ടൊക്കെ ഇടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും എവിടെയെങ്കിലും ഷെയ്ക്ക് വന്നിട്ടുണ്ടോ നോക്കി. എത്രയോ വർഷങ്ങളായതാ. എല്ലാം അതുപോലെ കിടക്കുവാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഇതുണ്ടോ അതിന്റെ വെയിറ്റ് തന്നെ കണ്ടില്ലേ? എടുത്തപ്പോ കണ്ടില്ലേ അതിന്റെ വെയിറ്റ്? ഇത് എങ്ങനെ കിട്ടിയത്? ഇത് ഞങ്ങൾ അങ്ങനെ കോട്ടേഴ്സിൽ താമസിക്കുമ്പോ ആൾക്കാർ കൊണ്ടുവരുമ്പോ ഇത് കണ്ടോ കണ്ടില്ലേ? ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ചെറുതോണി. അതുകൊണ്ടാണ് ഈ ഫ്ലഡിൽ വരെ പോവാത്തത് അല്ലേ? അതുകൊണ്ടാണ് പോകാത്ത. അത്രയും എടുത്തു നോക്കിയപ്പോ അതിന്റെ ബലം മനസ്സിലായില്ല. അത് മുഴുവൻ ഈ ഡാം ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഡാമും പാലം ഒക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ അവര് സാമ്പിള് നോക്കി പരീക്ഷിച്ചതിന് ശേഷം മാത്രം ഇതിന്റെ ബലം അറിയുന്നേ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും അത് പോവുകയല്ലെന്ന് ഉറപ്പ് പറയുന്നത്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ 5-6 സ്ഥലത്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പം വണ്ടിക്ക് കൊണ്ടുവന്ന് താഴോട്ട് ഇടുകയും പെറുക്കും ഒക്കെ ചെയ്തതാണ്. ഇത് നമുക്ക് കുറച്ചേ ഉള്ളൂ. ചിലരൊക്കെ ഇതും കൊണ്ട് തന്നെ വീടിന്റെ ഭിത്തി വെച്ചവരുണ്ട്. അത്രയും ബലമാണ് ഇതിന്. അതുപോലെ സാമ്പിള് 1-2 അല്ല, വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതല്ലേ. ഇതിങ്ങനെ മെഷീൻ വെച്ചുണ്ടാക്കുന്ന സാധനം. അത് മെഷീനിൽ വാർത്തെടുക്കുന്ന. ആ മെഷീനിൽ വാർത്തെടുത്തതിന് ശേഷം ഇതിന്റെ സാമ്പിളും ഇതിന്റെ ബലവും കണക്ക് കൂട്ടിയിട്ടാണ് ഇതിന്റെ ഒന്നുകൂടെ പുരോഗമിച്ചിട്ടാണ് നമ്മൾ ഡാം പണിതിരിക്കുന്നത്. ഇത് സാമ്പിൾ ഉണ്ടാക്കി. അപ്പൊ അതിലും കുറച്ചുകൂടെ കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ കുറച്ചുകൂടി ചേർത്തിട്ടാണ് ഇത് ഇങ്ങനെ നമ്മൾ ഡാം പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും അതിന് ഷെയ്ക്ക് ഉണ്ടാകുകയല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അത് കൊള്ളാം കേട്ടോ സംഭവം. അതായത് നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒരു റെപ്ലിക്കയാണ് കേട്ടോ, അല്ല അതിന്റെ ഒരു സാമ്പിളാണ് കേട്ടോ. അതിന്റെ റെപ്ലിക്കല്ല, അതിന്റെ ആ ഒരു കോൺക്രീറ്റ് മിശ്രിതത്തിന്റെ ഒരു സാമ്പിളാണ്. ഇവിടെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ, ഇതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? നമുക്ക് തൽക്കാലം സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയാം കേട്ടോ. രാവിലെ വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് നമ്മള് ആന്റി വിചാരിക്കായിരിക്കും ഇവ എപ്പോഴും വീഡിയോ എടുക്കാണല്ലോ എന്ന്. നമ്മൾ വണ്ടി പൂജിക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ ഹിന്ദു മതപ്രകാരം വിശ്വസിക്കുന്ന പല ആളുകളും പുതിയ വണ്ടി വാങ്ങിച്ചിട്ട്, എനിക്കൊന്ന് മുസ്ലിങ്ങളും ചെയ്യുന്നു തോന്നുന്നു കേട്ടോ, ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോയി പൂജിക്കുന്ന പരിപാടിയില്ലേ, പള്ളിയിൽ പോയിട്ട് ഇതൊക്കെ കെട്ടൂലേ ചില ആൾക്കാർ, മറ്റേ ചരടൊക്കെ കെട്ടൂലേ. അത് മതത്തിനെതിരാണോ എന്ന് പറഞ്ഞാൽ അതെനിക്കറിയില്ല. അപ്പൊ ഹിന്ദു മതത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്, ഇസ്ലാം മതത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്കിൾ വന്നിട്ടുണ്ട്. അങ്കിള് ഇന്നലെ ഇല്ലായിരുന്നു കേട്ടോ. അല്ല ഇന്നലെ രാത്രിയാണ് വന്നത്, മെനിയാന്നില്ലായിരുന്നു. എന്തുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ട്രെയിനിങ് ആയിരുന്നു, ഓസ്ട്രിയയുടെ ട്രെയിനിങ്ങിന് പോയേക്കുമായിരുന്നു. ഓക്കെ, പൊളിച്ചോ? പൊളിച്ചു. നല്ല ട്രെയിനിങ് ആയിരുന്നു. തൃശ്ശൂർ പൂച്ചട്ടിയിലായിരുന്നു ട്രെയിനിങ്. രാവിലെ 9:30 മുതൽ 5 മണി വരെ ആയിരുന്നു. ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക്. വണ്ടി കണ്ടോ? നിങ്ങളുടെ വണ്ടി ഇങ്ങനെ കിടക്കണമെന്ന് കണ്ടോ? ഞാൻ വന്നതേ ഞാൻ ചോദിച്ചു എന്തിനാ വണ്ടി കഴിക്കുക, ഞാൻ കഴിക്കൂലായിരുന്നു. അങ്ങനെയല്ലോ, ഇന്നലെ ഞാനും അർജുനത്തും കൂടെ വണ്ടി കഴിവിട്ടു കേട്ടോ. 8 വർഷമായി വണ്ടി. 8 വർഷമായോ? 8ാമത്തെ വർഷം നമ്മുടെ വണ്ടി. പുതിയതുപോലെ കിടക്കുന്നു കേട്ടോ. ആൾക്കാരെല്ലാം ചോദിക്കും വണ്ടി കാണുമ്പോൾ, ഇത് പുതിയ വണ്ടിയാണോ? എന്നാൽ രജിസ്ട്രേഷൻ നോക്കുള്ളൂ. രജിസ്ട്രേഷൻ നോക്കുമ്പോൾ 8 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി എപ്പോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്ന് അവർക്കറിയാം. നമ്മൾ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഓക്കെ, നമ്മൾ ഈ വണ്ടിയാണ് കേട്ടോ ഇന്ന് പൂജിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മുടെ 8 മണി പൂവ്
ഇവിടെ 8:30 മണിയായപ്പോൾ ഇതാണ്ടേ 8:30 ഇപ്പൊ 9:30 ആയിട്ടോ. അതാണ്ട് രാവിലെ 8 മണിക്ക് പക്ഷെ 8 മണിക്ക് കറക്റ്റ് ആയില്ലാണോ? എനിക്ക് തോന്നുന്നു 8:30 ആയി. 8:30 പിരിഞ്ഞ് തീരുവതെല്ലാം 8:30 മണിയായപ്പോഴാണ് കേട്ടോ. ഇതാണ് 8 മണിപ്പൂവ്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇത് 8 മണിപ്പൂവ്, 4 മണിപ്പൂവുണ്ട്. ഇത് 12, ഇതും 8 മണിപ്പൂവല്ലേ? ഇതാണ് 12 മണിപ്പൂവ്. ഇവിടെ 12 മണിപ്പൂവുണ്ട്, 4 മണിപ്പൂവ് ഉള്ള സ്ഥലമാണ്. അത് ഇതും 8 മണിയല്ലേ? അത് 8 മണി. അതിന്റെ കളർ വെറൈറ്റി കളറുകള്. ഇത് പിന്നെ നമ്മുടെ സാധാ റോസ്, അതായത് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും കൊടുക്കുള്ളൂ. ഇനിയിപ്പം വർക്ക് തീരാത്തോണ്ടാ നമ്മള് ചെടികളൊന്നും മേടിച്ച് കുറച്ചുകൂടെ വർക്ക് തീരാനുണ്ട്. വർക്ക് തീർത്ത് പിന്നെ ഇപ്പം മഴയായില്ലേ, മഴ കഴിഞ്ഞ പെയിന്റൊക്കെ മേടിച്ച് മുകളിൽ ഇരിക്കുക. അവര് ഇടയ്ക്ക് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വളരുന്ന ചെടികളായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ച് ആളുകളോട് നമുക്ക് ഈ ചെടികളൊക്കെ കാണണമെങ്കിൽ ഏതെങ്കിലും ഇൻഡോർ പ്ലാന്റ് ഷോപ്പിൽ പോകണം കേട്ടോ. നമ്മൾ അമ്പലത്തിലോട്ട് പോയി, പക്ഷെ അമ്പലത്തിലെ ഒരു അമ്പലം അടച്ചു കേട്ടോ, നടയൊക്കെ അടച്ചു. ഇവിടെ എന്ത് രസമല്ലേ, തൊടുപുഴയാറാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ കരയിലോട്ടുള്ള റോഡാണ് അത്, നമ്മുടെ പാലം. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു തൊടുപുഴയാറിന് തൊട്ടടുത്തുകൂടെ തന്നെ പാരലായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരം. അവിടെ നിന്ന് ആൾക്കാർ മീൻ പിടിക്കുവാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നു. നല്ല രസമല്ലേ അവിടെ വീടുള്ളവർക്ക്. എന്താ വേറെ അടിപൊളി വഴി കേട്ടോ, നല്ല രസമുള്ള വഴി. ഇതിലൂടെ വൈകിട്ട് നടക്കാനും അതിനൊക്കെ നല്ല പറ്റിയൊരു സ്ഥലം കേട്ടോ. കുറേ ആളുകള് തുണി കഴുകുന്നു. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ സ്പീഡ് കൂടുതൽ ആളുകൾ പോകുന്നതുകൊണ്ടാണ് പലയിടത്തും അവർ സ്പീഡ് ബ്രേക്കേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്പീഡ് കുറച്ച് പോകാനായിട്ട്. തൽക്കാലത്തേക്ക് ഇപ്പം വേറെ അമ്പലത്തിലോട്ട് വന്നാട്ടോ. പുഷ്പാഞ്ജലി ഇത് അമ്മയുടെ പെൻഷനുള്ള സാറാണ്. ആദ്യം ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക രസീത് എടുക്കണം. എന്താണ് വണ്ടിയുടെ ഇത് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ രസീത് എടുക്കണം. എന്നിട്ട് നമുക്ക് ടെമ്പിളിൻ്റെ അകത്തോട്ട് വണ്ടി കൊണ്ട് കയറ്റണം കേട്ടോ. എന്നിട്ട് ആ വണ്ടി കൊണ്ട് കയറ്റിയിട്ട് ഈ കീയും രസീതും കൊണ്ട് നമ്മുടെ പൂജാരിയുടെ അടുത്ത് കൊടുക്കണം. അതാണ് ചടങ്ങ്. നമ്മുടെ താക്കോലും റെസിപ്റ്റോടെ കൊണ്ട് പൂജാരിയുടെ അടുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മെയിൻ ക്ഷേത്രത്തിൽ കാണുന്ന നമ്മുടെ മഹാലക്ഷ്മി, പിന്നെ ഇത് നമ്മുടെ ഗ്രഹങ്ങളുടെയൊക്കെ ഇതാ, നവഗ്രഹങ്ങളല്ലേ, നമ്മുടെ നവഗ്രഹങ്ങളുടെ ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ഗ്രഹങ്ങൾ വഴിയുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള ഇതാണ്. അതുകൊണ്ട് ഇവിടെ ചന്ദ്രൻ, രാഹു, ചൊവ്വ, അങ്ങനെ പല ഗ്രഹങ്ങളുടെ അതാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ നാഗങ്ങളുടെ ദൈവമാണ്. അതായത് ഇവിടെ വാഹന പൂജയാണ് കേട്ടോ ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വണ്ടി പൂജ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് കാണുന്നത്. അതിൽ നമ്മുടെ കീ ഉണ്ടല്ലേ, കീയും റെസിപ്റ്റും നമുക്കിതിൽ ദണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു 2 നാരങ്ങ കേട്ടോ ഫ്രണ്ടിലും പുറകിലോട്ടും വെക്കും. അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒന്ന് മുന്നോട്ട് പോയിട്ട് പുറകിലോട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ പൂജ കഴിയും. സ്റ്റാൻഡ് എടുത്ത കേട്ടോ നമ്മുടെ വഴിപാട് കൗണ്ടർ. അതിലേതാണ്ട് ഇവിടെ വാഹന പൂജ 50 രൂപ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോ പൂജയ്ക്ക് ഓരോ പ്രത്യേക പേരുകളുണ്ട്. നമ്മുടെ ഗണപതി പൂജയുടെ പ്രസാദമാണ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ഗണപതിയും അപ്പുറത്ത് അയ്യപ്പനുമാണ് കേട്ടോ. ചന്ദനം കറക്റ്റ് മുകളിൽ ഇടാനുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്ക്. പിന്നെ ഇവിടെ നമ്മുടെ
പ്രസാദമാണ് കേട്ടോ. പ്രസാദം തീർന്നു അല്ലേ? പിന്നെ ഇവിടെ വേറൊരു പ്രസാദമാണ് കേട്ടോ. ദേവി ഗുരുതി പൂജ. ഇത് ഗുരുതി പൂജയുടെ പ്രസാദമായിരിക്കുന്നത്. ഗുരുതി പൂജയുടെ പ്രസാദമാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. നമ്മുടെ മുട്ടാരക്കല്ല് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. മുട്ടാരക്കല്ല് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളെ? മുട്ടാരക്കല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ മാറാനും നമുക്ക് ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു വഴിപാടാണ്. എന്ത് തരത്തിലുള്ള ദോഷങ്ങൾ മാറാനായിട്ടാ? എല്ലാ ദോഷങ്ങളും നമുക്ക് വിദ്യാഭ്യാസമുട്ട്, ദേഹമുട്ട്, മറ്റേ അസുഖം വരാതിരിക്കാനുള്ള മുട്ടുകൾ, അങ്ങനെ പല അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിനുവേണ്ടി ആളുകൾ തേങ്ങ ഇവിടുന്ന് ആളുകൾ വാങ്ങിച്ചുകൊണ്ടുള്ളത്. നാളികേരം നനച്ചാണ് വഴിപാടെടുത്ത ഉപ്പിനടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കഴിയുമ്പോൾ തിരുമേനി ആ പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ തിരുമേനി പറയും ഇന്ന വഴിപാട് നടത്താൻ പറയും. ആ വഴിപാട് നമ്മൾ നടത്തുക. ഓക്കെ, അതാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ പറയുന്ന വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ കറക്റ്റ് പൊട്ടിയാൽ അങ്ങനെ വേറെ ഒരു അധികം പ്രശ്നങ്ങളൊന്നുമില്ല. അഥവാ ഇങ്ങനെ കോണിയൊക്കെ പൊട്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഉപ്പുമാവിനെ പിന്നെ എങ്ങനെയാ പറയുന്നത് ഇംഗ്ലീഷിൽ? നീ പറ. പറ. സോൾട്ട് ഫ്ലോറോ? നമ്മള് വീണ്ടും അടുത്ത ദിവസം രാവിലെ അങ്കിളിനെയും കൂട്ടി നമ്മളൊരു ചെറിയൊരു യാത്ര പോവാണ്. നമ്മുടെ നിമ്മിയും മാക്കണിയും പിന്നെ തെക്കളയും വരുന്നില്ല കേട്ടോ. അവർക്ക് വയ്യാന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ കബഡിയൊക്കെ കളിച്ചതിന്റെ ക്ഷീണമെന്ന് തോന്നുന്നു. നമ്മൾ തൊടുപുഴയെന്ന് നമ്മളിപ്പോ വണ്ടി യാത്ര തിരിച്ച് എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളെ കുട്ടം. ഞാൻ ക്യാമറ തുറന്നാ ഇവിടെ അവർക്ക് ചിരി വരും കേട്ടോ. ചിരി കൂടുതൽ ഇവൾക്കാണ് കേട്ടോ. എന്താ വല പറയണ്ട, പറയരുത്. എന്നാ നിന്റെ നല്ലത്. ഇപ്പൊ മലങ്കര എസ്റ്റേറ്റിന്റെ അകത്തൂടെയാണ് കേട്ടോ പോകുന്നത്. മലങ്കര എസ്റ്റേറ്റ് എന്ന് പറയുമ്പോ ആരുടെ ഞങ്ങളെ? ബ്രിട്ടീഷുകാരുടെ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ആളെങ്കിലായിരിക്കണം അല്ലേട്ടാ. അങ്ങനെ കറക്റ്റ് അറിയാം. അതായത് പണ്ട് ഇതുപോലുള്ള കുറെ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ. അപ്പൊ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ആൾക്കാർക്കൊക്കെയാണ് ഇവർ എഴുതി കൊടുത്തിട്ടും അല്ലാതെ ഇവരൊക്കെ നാട് വിട്ടു പോയപ്പോഴും അവരുടെ കയ്യിലായി. അങ്ങനെയാണ് കേട്ടോ വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടായത്. അങ്ങനെയല്ലേ? പ്രമാണിമാര് കേൾക്കുമ്പോ എന്നാ ഇടി. അങ്ങനെയാണെന്നാണ് എന്റെ അറിവ്. പ്രമാണിമാരെ തെറ്റാണെങ്കിൽ പറഞ്ഞു തരണേ. നമ്മൾ എങ്ങോട്ടോ പോകണം കേട്ടോ. എവിടെയാ നമ്മളിപ്പോ പോകുന്നത്? നമ്മളിപ്പോ അരുവിക്കുത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൊള്ളാലോ. ഇതിന്റെ അടുത്ത് താണ്ടെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. കനാലാണല്ലേ? ഓ, കനാലാണ് കേട്ടോ. കേട്ടോ, ഇത് ഫുൾ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് കേട്ടോ. ഒരു ഹായ് പറയോ താങ്കള്? ഇത് ആന്റി. എന്തുണ്ട്, സുഖമല്ലേ? ആന്റിയുടെ പേരെന്താ? അങ്കിളുടെ പേര് മറന്നുപോയി. മറന്നുപോയി, സോറി കേട്ടോ. ഇത് നമ്മുടെ അമ്പാടിയാണ് കേട്ടോ. അങ്കിളുടെ ആന്റിയുടെ മകനാണ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ മലയാളി മിക്സ് ആണ് കേട്ടോ. നിമ്മണിയും മാക്കണിയും കൂടെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ചാടിപ്പറിച്ചോ? അത്ര തന്നെ കണ്ട. ഈ കാണുന്നതാണ് കേട്ടോ. ആദ്യം കണ്ടത് വേസ്റ്റ് ആണ് കേട്ടോ. അയ്യേ, നോക്കിക്ക, ആളുകൾ എറിഞ്ഞ് അവിടെ കുപ്പത്തൊട്ടി പോലെ അടിഞ്ഞടക്കുന്ന വേസ്റ്റ് കണ്ടില്ലേ? പക്ഷെ എന്ത് മനോഹരം ഈ വേസ്റ്റ് ഇട്ട് എന്ത് മലിനാക്കി. നിന്റെ നാട്ടുകാർ കൊള്ളാലോ. പറ, നാട്ടുകാരടുത്ത് പറ, രണ്ട് തെറിയോട്. ഇങ്ങനെയാണോ നമ്മുടെ നാട് ജലാശയങ്ങൾ ചെയ്യേണ്ടത്? അതെ അതെ ഗൈസ്, നോക്കൂ ഗൈസ്. സത്യം പറയുമ്പോൾ നമ്മളിങ്ങനെ നേരെ വരുമ്പോ ആദ്യം കാണുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ഒരു വേസ്റ്റ് ഇട്ട് കൊളാക്കിയിരിക്കുകയാണ് കേട്ടോ. കണ്ടേ, എദ്ദയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. എദ്ദയൊക്കെ വിചാരിക്കുക ഏത് അല്ലേടാ നമ്മുടെ നാട്ടിന്റെ വിലയാണ് പോകുന്നത്. രസം കേട്ടോ അല്ലേ? ലൈവ് ഓൺ ക്യാമറ പിടിച്ച്
കണ്ടില്ലേ, നല്ല കനാല കേട്ടോ. അവിടെ മുഴുവൻ തടി വരുമ്പോ ഇങ്ങോട്ട് മറിക്കും. അർജിത്തെ നിന്റെ അടുത്താണ്. അതെ, വീഡിയോ എടുക്കുക. ഡാം. ഇന്ന് വ്ലോഗ് എടുക്കുന്നത് ഞാനല്ല കേട്ടോ, ഇന്ന് വ്ലോഗ് എടുക്കുന്നത് ഈ 3 എണ്ണമാണ് കേട്ടോ. ഞാൻ അപ്പൊ അങ്ങ് ഏൽപ്പിക്കുക കേട്ടാ. എന്നാ ഇതങ്ങ് ഏൽപ്പിക്കുക. ഇങ്ങനെ പിടിച്ചെടുക്കണം. പിടിച്ചേ. ആ, അങ്ങനെ പിടിച്ചെടുക്കണം. ഇങ്ങനെയോ? അവിടെ പിടിക്കില്ല, എന്നാ ക്യാമറ കണ്ടുകൂടാ. ഇങ്ങനെയോ? എങ്ങനെ? ആ, അതുപോലെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇതുണ്ട്, ഇവിടെ ഡാമുണ്ട്, ഡാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വെള്ളച്ചാട്ടമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം പറയണം. അല്ല, അപ്പൊ തിരിക്കുന്ന എങ്ങനെ? ഞങ്ങളെ ഇരിക്കുന്ന കൈയുണ്ട് ഇങ്ങനെ. കാല് കൊണ്ടാണോ? ഇല്ല. ഞാൻ പോവാ. വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളമുണ്ട്. ആഹാ, പുതിയ അറിവാണല്ലോ. ഇത്രയും പ്രായമായിട്ട് അവര് ഇപ്പോഴും ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ബ്രിഡ്ജ് അല്ല കേട്ടോ, ബ്രിഡ്ജാണ്. പക്ഷേ ഇതൊരു അക്വാഡക്റ്റ് കൂടിയാണ്. അതാണ്ട് ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതാണ് കേട്ടോ. ജലവാഹിനിയാണ് ഇത്. നമുക്ക് ഇതുകൊണ്ട് ആ ജലവാഹിനിയിലെ പൊത്തലി കൂടെ പോകുന്ന വെള്ളമാണ് കേട്ടോ ആ കാണുന്നത്. ആ ജലവാഹിനിന്ന് ഇതെങ്ങനെ പോയി വെള്ളം നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് പോണത് കാണാം. ഇതാണ് കേട്ടോ. കേരളത്തിലെ മൺസൂൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓ, എന്ത് ഫീലിംഗ് അല്ലേ, നല്ല കാറ്റും മഴക്കോളും ഇടിയും. ചുഴലിക്കാറ്റായോ ഇതോ, സൈക്ലോൺ. അടിപൊളി കേട്ടോ. ഇവിടെ നമ്മുടെ തൊടുപുഴ ആറാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുത്തി ഒഴുകുന്നത്, നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മളെ ഡാമിലോട്ട് പോവാണ്. ാണ് നമ്മുടെ മലങ്കര ഡാം കേട്ടോ. അതായത് മലങ്കര ഡാമിന്റെ താഴ്ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ അവർ ഓൾറെഡി ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇറിഗേഷന് വേണ്ടിയുള്ള ഒരു ഡാമാണ്. മാത്രമല്ല ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആണ് കേട്ടോ. അതിന്റെ ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കറണ്ട് ഉൽപ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ ഇറിഗേഷനുമായിട്ട് രണ്ട് ഡ്യുവൽ യൂസേജ് ഉള്ള ഒരു ഡാമാണ് കേട്ടോ ഈ ഒരു മലങ്കര ഡാം എന്ന് പറയുന്നത്. ബാക്കി ഇതിൽ കൂടുതലൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ആയിരിക്കും അറിയാന്നുള്ള. എന്താ ഡാമിനെ കുറിച്ച് പറയാനുള്ളത്? ഡാമിനെ കുറിച്ച് പറയാൻ ഇവിടെ ഈ ലോക്കലായിട്ടുള്ള കറണ്ട് വിതരണമൊക്കെ ഇവിടെ നിന്നാണ് നടത്തുന്നത്. പിന്നെ ഇത് ഇവിടെ ഡാം റിസർവയറിൽ നിന്ന് പോകുന്ന വെള്ളം മൂവാറ്റുപുഴ ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മൂലമറ്റം സബ്സ്റ്റേഷൻ, മൂലമറ്റത്ത് പവർ ഉൽപാദനം കഴിഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മൂലമറ്റത്ത് നിന്നുള്ള ചെറിയൊരു ഡാം കൂടെ നിർമ്മിച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഇറിഗേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റാണ്, MDIP എന്ന് പറയും, മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കനാലുണ്ട്. അതിന്റെ ഇരു കരങ്ങളിലും കനാലുണ്ട്. അതിൽ ഇടതുവശം വലതുവശം എന്ന് പറയും. വലതുവശ കനാലാണ് മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത്. ഇവിടെ 2 കനാലായിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പുറകു ഭാഗത്ത് മലനിരകൾ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ. അവിടെ മുകളിലോട്ടൊക്കെ നമുക്ക് ആളുകൾക്ക് പോകാൻ കഴിയും. ഇലവീഴ പുഞ്ചിറയല്ലേ, അതാണ് തോണ്ട ആ 2 ലൈൻ കമ്പി പോലത്തെ സാധനമല്ലേ, അതാണ് നമ്മുടെ ഇലവീഴ പുഞ്ചിറ. അടിപൊളി. ഇലവീഴ പുഞ്ചിറതോ അവിടെ മേഘം കൊണ്ട് നിറഞ്ഞു കേട്ടോ. നമ്മുടെ യാത്ര ഇനിയിപ്പോ നമ്മള് പ്ലാൻ മാറ്റി. എവിടെയാ? 5 ഉയ്യു ഡാമിലാണോ? അപ്പൊ മറ്റേ എന്താ ഇലവീഴ പുഞ്ചിറല്ല, അങ്ങോട്ട് ഈ മഴയത്ത് കയറ്റാൻ പറ്റി കയറിയല്ല. മഴയത്ത് നമുക്ക് ഇലവീഴ പുഞ്ചിറ പോവാൻ കഴിയില്ല. അപ്പൊ നമ്മളിപ്പോ ഡാമിന്റെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോ മലങ്കര ഡാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല മഴ, മൺസൂൺ തുടങ്ങി. ഇവിടെ നമുക്ക്
ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ കേട്ടോ. വണ്ടിക്ക് 10 രൂപ. മലങ്കര ഡാമിൽ മിന്നലായതുകൊണ്ട് അവർ കയറ്റുന്നില്ല. നമ്മളിവിടെ ഒരു ആയുർവേദ മസാജ് സെൻറ്റർ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളെ ഇവരുടെ പരിചയക്കാരാണ്. അതാണ്ട് അങ്കിളാണ്. അങ്കിള് പോയ വഴി എനിക്ക് മസാജ് ചെയ്യോ? കിട്ടോ? ഉറപ്പല്ലേ? ഉറപ്പില്ലെങ്കിൽ ഞാൻ കാണിക്കാം. ഇല്ലില്ല, ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ അങ്കിള് ചെയ്ത് തരും. ഓക്കെ, ഐ ഹോപ്പ് സോ. വീഴ്ചയുടെ ചതവുകളൊക്കെ നിനക്കില്ല. ഇതുണ്ടല്ലേ, ഇതൊക്കെ നല്ല മണം, തൈലത്തിന്റെ മണം. ലുക്സ് സോ സ്മോൾ. It's not for head. Headinaano? It's not for the I think this is for head. Yeah. This for oil. ദാണ്ടേ, ഇത് തുണി ഇടാനല്ലേ? കൊള്ളാം കേട്ടോ. നമ്മുടെ എണ്ണത്തോണി, നമ്മുടെ സ്റ്റീം ബാത്ത്. ഇതിന്റെ തിരിക്കാം. ഡെമോ ഒക്കെ ഇരുത്താനാണ് കേട്ടോ. Just like that. Then we close it. Close ചെയ്തോ? കുറച്ച് പൊക്കണോ? ഫസ്റ്റ് അതാ. Don't be scared. Don't be scared. Okay. Wow. Nice. Yeah. Perfect. Perfect. മത്സ്യകന്യക കിടക്കുന്ന കളിയാണ് കേട്ടോ. ഓ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മസാജ് കൊടുക്കുമ്പോ ഒരു മ്യൂസിക് വരുന്നല്ലേ? എന്താ ഉറങ്ങിയ കേട്ടോ. മസാജ് ചെയ്ത് അത് മുറകൾ എന്ന് പറയും, പെട്ടെന്ന് ചെയ്യുന്ന പെട്ടെന്നുള്ളൊരു. നമ്മുടെ അജിത്തേട്ടൻ പുള്ളിയുടെ ഒരു ആയുർവേദിക് സെന്ററിലോട്ടാണ് വന്നത്. ഇവിടെ ഒരു കിണർ കാണിച്ചു തരാം. അതായത് പണ്ട് കാലങ്ങളിൽ ഇവർ നാലാമത്തെ ജനറേഷനാണ്. അതായത് 1910 കാലഘട്ടങ്ങളിൽ ഇവർ വന്നു. ഇവിടെ ഈ കാട് മുഴുവൻ മാറ്റിയിട്ട് ഒരു വീട് വെച്ചു. അവിടെ ഒരു കിണർ കുഴിച്ചു. അപ്പൊ ഇവർ കിണർ സ്വാഭാവികമായിട്ടും കുഴിച്ചു കേട്ടോ. കിണർ കുഴിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കിണറിന്റെ അടുത്തുള്ള കുറച്ച് ഭാഗങ്ങൾ ഇടിഞ്ഞിങ്ങോട്ട് വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി അവിടെ മറ്റൊരു കിണറുണ്ടായിരുന്നു എന്ന്. അപ്പൊ അതായത് ഇവര് ഈ കാടിന്റെ സമയത്തിന് മുന്നേ ഇവിടെ ആരോ വന്ന് ഇതാ കിണർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 8 പോലായിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ അല്ലേ കിണർ നിങ്ങൾ പണിതത്? അപ്പറയാണ്. ഓ, ഇവര് കുത്തിയ കിണർ അവിടെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു ചെറിയ നാരോ ഇതുണ്ടായിരുന്നു. ഇത് ഇവര് അറിഞ്ഞില്ല കേട്ടോ. അതിന്റെ അപ്പുറത്ത് വേറൊരു കിണറുണ്ടായിരുന്നു. അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്തോ പ്രശ്നമായിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇടിഞ്ഞങ്ങ് പോയി. അപ്പോഴാണ് ഈ കിണർ കാണാൻ സാധിച്ചത് കേട്ടോ. താഴത്തൊട്ട് കെട്ടിയേക്കണേ. ഓ, വെട്ടുകല്ലിന് പണ്ട് കെട്ടിയ കിണറാണ് കേട്ടോ. ഇത് രസമല്ലേ? ഇതാണ് 8 കിണർ കേട്ടോ. 8 നമ്പർ കിണർ. പറ്റാത്ത കിണറാ. നല്ല തെളിനീർ വെള്ളം. കൊള്ളാലോ ഇത്. അടിപൊളി. എന്റെ അമ്മ. നമ്മൾ പോകുന്നത് നമ്മളിപ്പോ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ് പോയില്ലേ? അതിന്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാരും ഉണ്ട്. റെഡി? പാട്ടൊക്കെ ഇട്ട് മലയില് ഫുള്ള് ഫോഗാണ് കേട്ടോ. ആകാശത്ത് ഫുള്ള് നല്ല രസമുണ്ട്. മഴയും കൂടെ കഴിഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ വരാൻ. ഇവിടെ മുഴുവൻ ക്ലൗഡ് ബർഡ് കേട്ടോ. എന്ത് രസം. ഓ, വേറെ ലെവല് കേട്ടോ. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ സൂര്യ അസ്തമിക്കും കേട്ടോ. നമ്മൾ ഭയങ്കര ലേറ്റായി. നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് വന്നിട്ടുണ്ട്. ഡ്രസ്സ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലത്തത് ഭയങ്കര ഇപ്പോഴും വേദന കേട്ടോ. കബഡി കളിച്ചത്. നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ അനങ്ങുന്ന എന്തൊരു മാളു വിളിക്കണ ഇപ്പോ. എന്തേ കോട്ടക്കാരി? ഇവിടെ നമ്മള് മാറിപ്പോയി കേട്ടോ. ഭയങ്കര ടൂറിസ്റ്റ് ഏരിയ കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫുൾ ആളുകളാണ് കേട്ടോ. വണ്ടിയും ആളും. ആക്ച്വലി നമ്മുടെ മൗണ്ട് സിൻറാം അല്ല, നമ്മുടെ ചെറാപൂഞ്ചിയിൽ മേഘാലയയില് നമ്മുടെ
അയ്യോ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ. അങ്ങോട്ട് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. കാരണം കാണുന്ന എല്ലായിടത്തും വെള്ളച്ചാട്ടം വഴി ഇതിലെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ദാ വഴി ഇത് വെള്ളച്ചാട്ടം ഇത് വഴി വായിക്കാറിനൂടെ? പിന്നെന്താ ഇത്ര കൺഫ്യൂഷൻ? നോ വേർഡ്സ്. അതാണ് നല്ലത്. രസമുള്ള വീടല്ലേ, അടിപൊളി വീട് കേട്ടോ. ചെറിയ കുഞ്ഞ മനോഹരമായിട്ടുള്ള, പക്ഷെ കൊതുകടിയാണ് റബ്ബർ റോളായോണ്ട് എന്തേ അല്ലേ. ലോക്കൽ ബിസിനസ് കൂടിയാണ് കേട്ടോ. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളുള്ള ആളുകൾക്ക് എന്താ പറയാ, പേ ആൻഡ് പാർക്കിംഗ് സംവിധാനങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം പേ ആൻഡ് പാർക്കിംഗ് സംവിധാനങ്ങളാണ്. ഇത് കുറെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല റബ്ബർ റോള് ഇങ്ങനെ നടന്നു പോകാം. നമ്മൾ വഴി തെറ്റിയതാണ് കേട്ടോ. അല്ല, വേറെ വഴിയുണ്ട് കേട്ടോ. തൊട്ടടുത്ത് പോകാനായിട്ട് ഒരു വഴിയുണ്ട്. പക്ഷെ നമ്മൾ തെറ്റിപ്പോയി കേട്ടോ. തെറ്റിയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവരെന്തൊക്കെയാ അവിടെ നിന്ന് ചളി അടിക്കുവാണ് കേട്ടോ. അതോ നിമിണി, നമ്മുടെ നിമിണി വന്നിട്ടോ. നിമ്മി തളർന്നു. ഇത് എന്തെറ്റി? വളവ് തിരിഞ്ഞ് കയറാൻ വയ്യേ? ഓ കാലൊട്ടും വയ്യ കേട്ടോ. മാക്കീരാ Maki will get Oscar very soon. മാക്കിക്ക് എന്ത് പറ്റി? പടച്ചോനെ മാക്കി, എന്റെ മാക്കി. മാക്കി you can Makeri. Mind go! You can't do this, Mahim. You can do this. You can do this. Go, 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 go. Let's go. Let's go. Mahim, 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 Mahim. Mahim. Congratulations! കേറി വന്നു മോന്നിക്കണോ കണ്ട. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. ഈ കാണുന്നതാണോ എന്ന് ഡൗട്ടുണ്ട്. അവിടേക്ക് കുറെ ആൾക്കാർ ഇതാ ക്ലെയിം ചെയ്ത് അതിന്റെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പേ ആൻഡ് യൂസ് വാഷ്റൂം ഉണ്ട് ഇവിടെ വരുമ്പോൾ. താണ്ടേ നല്ല ചായക്കടികളൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. കൊള്ളാമല്ലോ. നമുക്ക് ലോക്കർ സൗകര്യം കൊള്ളാമല്ലേ. ഇവിടെ നിന്നാണ് കേട്ടോ ഇങ്ങനെ പോകാനായിട്ട്. വാ അടിപൊളി കേട്ടോ. ആ കൊള്ളാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുകളിലാണ് നമുക്കിങ്ങനെ 3 ഹോളുകൾ കാണാൻ സാധിക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഫുള്ള് ഫാമിലീസാണ് കേട്ടോ. ഫുള്ള് തിക്കും തിരക്കും. എൻ്റെ അമ്മ അങ്ങനെ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് മുകളിലോട്ട് പോവാണ് കേട്ടോ. പാറമുകൾ മുകളിലോട്ട് വരുമ്പോൾ കാഴ്ച ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ആനയടിക്കൊത്തിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ 1, 2, 3 വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് 1, 2, 3 ഹോൾസ്. ഡ്രോണിൽ കാണുമ്പോൾ അതിമനോഹരമാണ് കേട്ടോ. ആയിട്ടും വെള്ളം കുറവാണ് കേട്ടോ. ഇതാ വെള്ളം ഇത്ര മാത്രമേ നമുക്കുള്ളൂ. വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. സർക്കിളുണ്ട് കേട്ടോ ഇവിടെ. ഓ നല്ല രസമുണ്ട് കേട്ടോ. ആ ഇതാണ് കേട്ടോ. ഇവിടെ ഒന്നിലധികം ആഴമില്ല. പിന്നെ ആ നടുക്കത്തിൽ കുറച്ച് ആഴമുണ്ട്. മറ്റേതിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ്ടേ നമുക്ക് അങ്ങോട്ടൊക്കെ മുകളിൽ കയറി നടക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ.
ഇവിടെ നിന്ന് താഴോട്ട് പോകുന്ന വെള്ളമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ത്തിൽ വന്നിട്ട് നമ്മളെല്ലാരും പോവാണ്. എവരിഡേ ഗോ. അങ്ങള് വെള്ളത്തിൽ ഇറങ്ങി പൊളിച്ചല്ലേ? അങ്ങള് തൊടുപുഴ ആറൊക്കെ നീന്തുന്നതാ, പക്ഷെ അത് നമുക്ക് കാണിച്ചു തന്നില്ല. അതെ, നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. നിമണി മാക്കണി, ഹൗസ് എക്സ്പീരിയൻസ്? രണ്ടുപേരും പൊട്ടാണ് കേട്ടോ. ഇപ്പം ഇവരുടെ ഇത് പൊട്ടാക്കി മാറ്റി കേട്ടോ. പൊട്ട് വെച്ചപ്പോ ഒരു ഐശ്വര്യമുണ്ട്. നമ്മൾ ഇനി വീണ്ടും കുറച്ച് നടന്നിട്ട് വേണം വണ്ടിയുടെ അടുത്തോട്ട് പോകാനായിട്ട് കേട്ടോ. നമ്മുടെ കാവിനെ പോലെ ആയിരിക്കണം കേട്ടോ, റെസ്പോൺസിബിൾ. കണ്ടില്ലേ എന്ത് റെസ്പോൺസിബിലിറ്റിയാ? തീർന്നു അല്ലേ? 3 ഉപ്പി ഉണ്ടായിരുന്നല്ലോ. എടുത്തത് തിരിച്ചിട്ടോ. കണ്ടില്ലേ കാവിന്റെ റെസ്പോൺസിബിലിറ്റി? എന്തിനാ ഓടുന്നേ? വണ്ടി ഒതുക്കിയത് വേറെ സ്ഥലത്ത്. ബൈ ബൈ, സീ യു. കയ്യിലിട അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടും അവര് അങ്ങോട്ടും കേട്ടോ. നമുക്ക് ട്രക്കിങ് പോവാം. വാ. നമ്മൾ വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഞാൻ കാണിക്കുന്നില്ല, എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ തെക്കള shining like the sun, smiling, having fun, feeling like a number one. Like the super trooper, things are gonna blind me, but I won't feel blue like I always do. 'Cause somewhere in the crowd there's you. Yeah. നൈസ് നൈസ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. നിമ്മിയുടെ നന്ദി പ്രകടനമാണ് കേട്ടോ ഇവിടെ. I really want to say thank you to the family and thank you for the hospitality that you have really showed me. I've never experienced something like that from anyone anywhere in the world. I've traveled, no, I've not traveled so much, but I really appreciate you. I've made me so emotional and also so grateful for meeting you. You're like my family now. My family, Kerala is in my heart, very deep in my heart. And this has happened only because of you. And you have showed me, you have welcomed me into your house, and also it's because of Mahim. Mahim, thank you so much. Welcome. Thank you, Mom. Thank you, Uncle. Thank you, Grandma. Thank you to my sisters also. I appreciate. I've never received any kind of love that you have given me. I appreciate so much. I don't have much to give, but very little, I will give it
it's just like it's this I want to give. So maybe when you remember me when you put it in your house, you remember me for the family. This one I want to give you. And also I want to give my sisters. This one's മരതകം. Thank you. and this one is for you. കരയല്ലേ? And this one is for you. And this one is for you. Thank you so much for I really appreciate. Thank you. നിമ്മി രാത്രി പോവാണോ? Okay guys, this is mine. മാക്കണി Thank you. This is for Shangu Chechi. ശംഖു ചേച്ചി. Shangu Chechi. The earrings from Kenya. ശംഖുവിന് വീണ്ടും കരച്ചിൽ. തൊടുപുഴയാറ് ഇന്ന്. This is a giraffe from Fulcam. റെപ്ലിക്ക. Oh my god, cute. And this is for Palu. പളു. And this is for them. And that's all. എനിക്കാ? എനിക്കില്ലേ? നോ ഫോർ മീ. കാവ്യക്കാരാ എനിക്ക് നല്ല സങ്കടമുണ്ട്, എന്റെ ഹൃദയം പൊട്ടുന്നുണ്ട്. പൊട്ടിയോ? പൊട്ടിത്തെറിച്ചോ? നല്ല സങ്കടമുണ്ട്. ഓ, കാവിന് ജിറാഫും ക്ലിപ്പും കേട്ടോ. ഇനി എന്ത് വേണം? ഓ, ഇത് ആഫ്രിക്കനാ. ഇത് ഇവരുടെ മസായിമാര ട്രൈബിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ശരി എന്താ പറഞ്ഞ? ഓക്കെ, നോ പ്രോബ്ലം. ഗോ വിയറ്റ്നാം എലോൺ. ഓക്കെ. അവിടെ കെട്ടിപ്പിടുത്തോ വിഷമം. നാളെ മിക്കവാറും നമ്മൾ പോകും കേട്ടോ. This is so sad. We are not tempted, but I feel so sad. കരയുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിരുന്നത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. Today she was crying. അങ്ങനെ നമ്മുടെ കരച്ചിലും ബീച്ചിലൊക്കെ വന്ന് വീണ്ടും ഞാനിതാണ്ട് ഇവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സഹിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചാൽ ചിലപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും അവസാനത്തെ ഇവിടുത്തെ വീഡിയോ കേട്ടോ. മിക്കാറും ഞാൻ നാളെ പോവും. കുറേ ദിവസമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും നാളെ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.